ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ചാനൽ പുതുതായിട്ട് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ രാവിലത്തെ അടുക്കളയിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ രാവിലെ അടുക്കളയിൽ ചായക്കുള്ള കടിക്കുള്ളത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദോശ മാവിൽ സവോള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഊത്തപ്പം പോലെ ഉണ്ടാക്കില്ല, അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണമൊന്നുമില്ല കേട്ടോ. അതെങ്ങനെയാണ് ഇപ്പോൾ അടുക്കള രാവിലെയൊക്കെ എടുക്കുന്നത് കേട്ടോ. പണിയായ കാരണം ആകെ പരന്ന് കിടക്കുകയാണ്. ദോശമാവിലേക്ക് കടുക് പൊട്ടിച്ചതൊക്കെ ഇട്ടിട്ട് അതിന് ശേഷം ഒന്ന് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ചെറുതായി പരത്തിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എല്ലാവരും അതൊക്കെ ടേബിളിൽ കൊടുന്നെടുത്ത് ഓരോരുത്തരെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും കൂടി ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ. ചായ കുടി കഴിഞ്ഞാൽ തന്നെ വലിയൊരു പണി രാവിലത്തെ കഴിയും. കാരണം ഓരോരുത്തരെ വിളിച്ചു ഇരുത്തിയിട്ട് വേണം ചായ കൊടുക്കാൻ. അപ്പോൾ ഇതാ എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചായ കുടിക്കുമ്പോഴത്തേനൊക്കെ തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. തടഞ്ഞ് ചായ കുടി കഴിഞ്ഞ് ചോറിൽ കറി വെക്കാൻ പോകണ്ട. അപ്പം മീൻ മിളകിടാന്ന് വിചാരിച്ച് അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് ചുവന്നുള്ളിയും തക്കാളി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണ്ട ചെയ്യുന്നത്. ഇതൊക്കെ കൂടി മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുക കേട്ടോ. ഇതുപോലെ ഉള്ളി ഇട്ട് കൊടുത്ത് ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്തിട്ടോ. ഇതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇനി ചട്ടിയിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ട് ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നന്നായി വഴറ്റി വരുമ്പോൾ അതിലേക്ക് ചെറുതായ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 2 പച്ചമുളകും ഒരു 2 ഉണക്കമുളകും ഒന്നും നടുകെ കീറി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് വേണ്ട മസാലകൾ നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് എടുക്കാം. അതിലേക്ക് എരിവുള്ള ഒരു ടീസ്പൂണ് മുളകും പൊടിയും 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അത്ര തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇനി തീ സിമ്മിലിട്ടിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഈ മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. തീ സിമ്മിലിടണേ. ഇനി അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച തക്കാളിയും ഉള്ളിയുടെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറൊന്ന് കഴുകുക. അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യമായ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മീൻ കറിക്ക് ആവശ്യമായ വെള്ളം അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. ഇനി അതിലേക്ക് ആവശ്യമായ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ഒന്ന് പിഴിഞ്ഞിട്ട് ഈ പുളി വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കറി നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് ഒന്ന് തിളച്ച് വന്നോട്ടെ കേട്ടോ. അതുപോലെ ഇപ്പം നന്നായി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മൂടി വെച്ച് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നന്നായി നമുക്ക് എത്രയാണോ കറി കുറുകേണ്ട അത്ര കുറുകിയതിന് ശേഷം മീൻ അതിൽ ഇട്ട് കൊടുക്കണ്ട. ഞാൻ അയിലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇതുപോലെ മുങ്ങി നിൽക്കുന്ന വിധത്തിൽ മീനൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മസാലയൊക്കെ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടൊന്ന് നമുക്ക് മീൻ കറി ഒന്ന് താളിച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഒന്ന് നന്നായി താളിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല സൂപ്പറായിട്ടുള്ള മീൻ മിളകിട്ടത് ആയിട്ടുണ്ട് കേട്ടോ. ഇതാ പാല് കൊടുക്കുന്നുണ്ടായിരുന്ന പാലത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുക്കളൊക്കെ ഒരു വിധമൊക്കെ ഒതുക്കി. അപ്പോൾ ഈ മീൻ മിളകിടുമ്പോൾ നിങ്ങൾ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഞാൻ വൈകുന്നേരം ഇപ്പോൾ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ഷോപ്പിലേക്ക് പോയിട്ടാ. അതിൻ്റെ കുറച്ച് വീഡിയോകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ സാധനങ്ങളും തീർന്നു. പരിപ്പും പയറും എല്ലാതും തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ മക്കൾ ട്രോളി എടുത്ത് കൊടുക്കുന്നുണ്ട്. ട്രോളി എടുത്തിട്ട് അങ്ങോട്ടും വലിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായ ഓരോ സാധനങ്ങളൊക്കെ അതിൽ ഞാൻ നിറയ്ക്കുകയാണ് കേട്ടോ. ഒന്ന് റവയും സാധനങ്ങളും മൈദ പുളി എല്ലാതും വാങ്ങാണ്ട് ഒരുവിധ സാധനങ്ങളൊക്കെ വാങ്ങാണ്ട് ഉപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വിലയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങനെ നോക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇനി ഇവരുടെ സാധനങ്ങളൊക്കെ മുകളിലായിരിക്കണം. ബുക്കുകളും പിന്നെ പെൻസില് ക്രയോണ് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. ഡ്രോയിങ് ഉള്ള ആവശ്യമായ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് പോയി അതൊക്കെ എടുത്തിട്ട് തിരിച്ച് വരികയാണ് കേട്ടോ.
പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പാത്രങ്ങളും ഒക്കെ കുക്കറും ഇതൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ നോക്കി അതൊക്കെ വാങ്ങി അവിടുന്ന് പോന്ന്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അതൊന്നും ഇതിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.